പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും. എന്നാൽ മറ്റു ചിലത് നമ്മെ അങ്ങേയറ്റം ഭയപ്പെടുത്തും. നിങ്ങൾ എപ്പോഴെങ്കിലും റാറ്റ് കിങ് അഥവാ എലികളുടെ രാജാവ് എന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പേര് കേൾക്കുമ്പോൾ കിരീടം വെച്ച ഒരു വലിയ എലിയെയാണ് നിങ്ങൾ സങ്കല്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതൊരു ജീവിയല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി മനുഷ്യനെ ഭയപ്പെടുത്തുന്ന അതിദാരുണമായ ഒരു പ്രതിഭാസമാണ്. ഡസൻ കണക്കിന് എലികൾ വാലുകൾ തമ്മിൽ പിണഞ്ഞ് ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം ഒരുമിച്ച് ജീവിക്കാൻ വിധിക്കപ്പെടുന്ന ഭയാനകമായ ഒരവസ്ഥ. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ഈ ഭയപ്പെടുത്തുന്ന പ്രതിഭാസം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പഴയകാലത്ത് ഇതൊരു വലിയ ദുശ്ശകുനമായാണ് ആളുകൾ കണ്ടിരുന്നത്. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ പ്ലേഗ് പോലെയുള്ള മഹാമാരികൾ വരുന്നതിൻ്റെ സൂചനയായി ആളുകൾ ഇതിനെ ഭയന്നു. എലികൾ തിങ്ങിപ്പാർക്കുന്ന വൃത്തിഹീനവും അതിശൈത്യവുമുള്ളതുമായ സ്ഥലങ്ങളിലാണ് ഇവയെ സാധാരണയായി കണ്ടിരുന്നത്. കേൾക്കുമ്പോൾ ഇതൊരു കെട്ടുകഥയാണെന്ന് തോന്നാമെങ്കിലും ജർമ്മനിയിലെ മ്യൂസിയങ്ങളിൽ ഇത്തരം റാറ്റ് കിങ്ങുകളുടെ അസ്ഥികൂടങ്ങൾ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചിലതിൽ 32 എലികൾ വരെ ഒന്നിച്ച് പിണഞ്ഞു കിടക്കുന്നത് കാണാം. ശാസ്ത്രലോകം വർഷങ്ങളോളം ഇതിനെ വെറുമൊരു കെട്ടുകഥയായി തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ ഇത് സത്യമാണെന്ന് പിന്നീട് തെളിഞ്ഞു. എങ്ങനെയാണ് ഇത്രയും എലികളുടെ വാലുകൾ ഇങ്ങനെ കെട്ടുപിണയുന്നത്? കടുത്ത തണുപ്പുകാലത്ത് ചൂട് കിട്ടാനായി എലികൾ കൂട്ടമായി കിടക്കുമ്പോൾ അവയുടെ നീളൻ വാലുകളിൽ പറ്റിയിരിക്കുന്ന അഴുക്ക്, രക്തം, ഭക്ഷണാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മരക്കറ എന്നിവ കാരണം വാലുകൾ പരസ്പരം ഒട്ടിപ്പിടിക്കുന്നു. പെട്ടെന്ന് എന്തെങ്കിലും ഭയന്ന് ഇവ പല വഴിക്ക് ഓടാൻ ശ്രമിക്കുമ്പോൾ ഈ കെട്ട് കൂടുതൽ മുറുകുന്നു. അവസാനം ഒരിക്കലും അഴിക്കാൻ കഴിയാത്ത വിധം അവ ഒന്നായി മാറുന്നു. അടുത്തിടെ 2021 യൂറോപ്പിലെ എസ്റ്റോണിയയിൽ ജീവനുള്ള ഒരു റാറ്റ് കിങ്ങിനെ കണ്ടെത്തിയത് ലോകത്തെ വീണ്ടും ഞെട്ടിച്ചിരുന്നു. കൂട്ടത്തിൽ ഒരു എലി മരിച്ചാൽ പോലും ബാക്കിയുള്ളവ ആ മൃതദേഹവും വലിച്ചിഴഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഈ അവസ്ഥ പ്രകൃതിയിലെ ഏറ്റവും ക്രൂരമായ കാഴ്ചകളിൽ ഒന്നാണ്. ജീവന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ സംഭവിക്കുന്ന ഇത്തരം വിചിത്രമായ പ്രതിഭാസങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.